ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഫ്രൂട്ടി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലും. നമുക്ക് കടയിൽ നിന്നൊക്കെ വല്ല കെമിക്കൽ ഫ്രൂട്ടി വാങ്ങി കൊടുക്കാതെ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതേ എൻ്റെ രണ്ട് മക്കൾ അതിൻ്റെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മോള് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യണത്, എൻ്റെ മകൾക്ക് ഫ്രൂട്ടി ചെയ്ത് കൊടുക്കണമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രൂട്ടി ചെയ്യുന്നത് നോക്കിയാലോ. അതെ, മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു പച്ച മാങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പച്ച മാങ്ങയും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതേപോലെ മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിയണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് കാണാൻ. ഇത് ഓരോൾക്കാർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതേ അപ്പം നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നത് നല്ല ഭംഗിയില്ലേ അത്. നമുക്ക് എല്ലാ മാങ്ങ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അല്ലേ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു പച്ച മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പച്ചമാങ്ങ തനി ഒരു പാത്രത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങയുടെ കൂടെ ചേർത്തിട്ടില്ല. നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അല്ലേ, നമുക്കിതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴുത്ത മാങ്ങ പച്ച മാങ്ങ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം തന്നെ പച്ചമാങ്ങ ഒന്നും വേകാനായിട്ട് വെക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഇതേ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിളച്ച് മാങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കളിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴുത്ത മാമ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, മാങ്ങയ്ക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് അടുപ്പ് ഓഫാക്കി കുറച്ച് നേരം തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു അരിപ്പ് വേവിച്ച് നന്നായിട്ട് അതിൻ്റെ കൊത്തൊക്കെ മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, നമ്മുടെ സൂപ്പർ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേപോലെ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്